ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്നലെ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് അത് റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നമ്മുടെ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് സ്വയം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ആൻസർ കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് വിസ്കോസിറ്റി ഹാസ് ദ ഡയമെൻഷൻ ആസ്. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിത് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഡയമെൻഷൻ ഫോർമുല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? മ്യൂ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം ബൈ ലെങ്ത് സ്ക്വയർ. ഇതായിരുന്നു ഇക്വേഷൻ നമ്മൾ ഡയമെൻഷൻ ഫോർമുല പറഞ്ഞത്. സോ ഇവിടെ MLT, അതായത് എമ്മും എല്ലും ടിയും, മാസ്, ലെങ്ത്, ടൈം, ഇതിൻ്റെ പേരിൽ വേണം നമുക്ക് എഴുതാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ ഫോഴ്സ് എന്നുള്ള ഇതിനെ മാറ്റേണ്ടിയിരിക്കുന്നു. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണല്ലോ. അപ്പോൾ ഈ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതിനെ മാറ്റാം. മാസ് എന്ന് പറയുന്നത് എം എന്ന് തന്നെയാണ് നമ്മൾ ഡയമെൻഷൻ ഫോമിൽ എഴുതുന്നത്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തുവാണ്? നമ്മുടെ ആക്സിലറേഷൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈമാണ്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമാണ്. സോ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ്, ലെങ്ത് എന്ന് ഞാൻ കൊടുക്കുകയാണ്, ഡിവൈഡഡ് ബൈ ടൈം ആണ് വെലോസിറ്റി. സോ ഓൾറെഡി ഒരു ടി ഇവിടെ ഉണ്ട്. സോ ടൈമിൻ്റെ സ്ക്വയർ. ഓക്കെ, ദെൻ നമുക്ക് ഇതിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫോഴ്സിന് പകരം നമുക്ക് വരുന്നത് എന്താണ്? ML ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഇൻറ്റു ടൈം എന്ന് പറയുമ്പോഴത്തേക്കും ടി ഡിവൈഡഡ് ബൈ ലെങ്തിൻ്റെ സ്ക്വയർ. ഇവിടെ ഒരു ടി ക്യാൻസലായി പോവും. സോ നമുക്ക് കിട്ടുന്നത് ML⁻⁻1 T⁻⁻1 എന്നാണ് കിട്ടുന്നത്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷനാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം. സോ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നുള്ള വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈമാണ്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈമാണ്. നമുക്ക് MLTയുടെ ഫോർമാറ്റിൽ വേണം വരാനായിട്ട്. സോ ഡിസ്പ്ലേസ്മെൻറ്റിന് L എന്ന് കൊടുത്തു, ഡിവൈഡ് ബൈ ടൈം L/T ഇൻറ്റു ഓൾറെഡി ഒരു ടി ഉണ്ട്, അതാണ് ഇവിടെ ടി സ്ക്വയർ ഒന്ന്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഓവർ സർഫസ് ടേക്സ് പ്ലേസ് ഡ്യൂ ടു ഇറ്റ്സ്. ഓക്കെ, ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഓവർ സർഫസ് ടേക്സ് പ്ലേസ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് ഫ്ലോ ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി, ഡീഫോർമേഷൻ ആൻഡ് ഷിയർ ഫോഴ്സ്. ഓക്കെ, ഷിയർ ഫോഴ്സ് കാരണം ഡീഫോർമേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് കണ്ടീഷനാണ്, അല്ലെങ്കിൽ അറ്റ് റെസ്റ്റ് കണ്ടീഷനാണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പറഞ്ഞൊരു കണ്ടീഷനാണ്. അതിൽ വരുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ഷിയർ ഫോഴ്സ് 0 ആണെങ്കിൽ അറ്റ് റെസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു ഷിയർ ഫോഴ്സ് വേണം. ദാറ്റ് ഈസ് ഡീഫോർമേഷൻ ആൻഡ് ഷിയർ ഫോഴ്സ്. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 cubic meter ഓഫ് വാട്ടർ ഈസ് ഇക്വാലൻറ്റ് ടു. 1 cubic meter ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വാലൻ്റ് ആണ്? ഇറ്റ് ഈസ് ഇക്വാലൻറ്റ് ടു 1000 ലിറ്റേഴ്സിന് ഇക്വാലൻ്റ് ആണ്. അത് നമ്മുടെ യൂണിറ്റ് കൺവേർഷൻ നമ്മൾ പഠിഞ്ഞതായിരുന്നു. 1 meter cube എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1000 ലിറ്റർ എന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു. സോ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് 0.5 പോയിസ്. അപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട് 0.5 ആണ്. ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.5 എന്ന് പറയുന്നുണ്ട്. ദെൻ കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ സ്റ്റോക്സ് ഈസ്. അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മ്യൂ എന്ന് പറയുന്നത് 0.5 പോയിസ് നമുക്കറിയാം. ആദ്യം നമ്മളതിനെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മൾ പഠിച്ച ഒരു കൺവേർഷൻ എന്ന് പറയുന്നത് 10 പോയിസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 Nm/m². ഇതിൽ Nm/m² നമ്മൾ പാസ്കൽ എന്ന് പറയുന്നത്. സോ പാസ്കൽ സെക്കൻഡ് എന്നും പറയാം. സോ നമ്മളിവിടെ 0.5 പോയിസ് എന്ന് പറയുന്നത് Nm/m²ലോട്ട് ആവുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 10 ചെയ്യുക. ഓക്കെ, അപ്പോൾ അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ അറിയാം. എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു നമ്മുടെ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ദാറ്റ് ഈസ് ഹിയർ നമ്മൾ വാട്ടറാണ് എടുക്കുന്നത്. സോ വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? നമുക്കറിയാം 1000 kg/m³ ആണ്. എസ് തന്നിട്ടുണ്ട് 0.5 ആണ്. സോ റോ കണ്ടുപിടിക്കാമല്ലോ. റോ എന്ന് പറഞ്ഞാൽ 500 kg/m³ എന്ന് വന്നു.
ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റിയും ഡൈനാമിക് വിസ്കോസിറ്റിയും തമ്മിൽ റിലേഷൻ നമ്മൾ പഠിച്ചു. ന്യൂ ഈസ് ഈക്വൽ ടു മ്യൂ ബൈ റോ. കൈനമാറ്റിക് വിസ്കോസിറ്റി ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി. സോ ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യമുള്ള ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് SI യൂണിറ്റിൽ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് 1 × 10⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. നമുക്കതിൽ സ്റ്റോക്സിലാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 1 സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡാണ്. ഇവിടെ മീറ്റർ സ്ക്വയറിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം, ഇൻറ്റു 10⁻⁴ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ കിട്ടും. സോ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് 1 സ്റ്റോക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ട് ആരും ഇത് AEയുടെ ക്വസ്റ്റ്യൻ അല്ലേ എന്ന് വിചാരിച്ചിട്ട് പഠിക്കാണ്ടിരിക്കരുത്. കാരണം നമുക്ക് കേരള PSCക്ക് എപ്പോഴും പല പല സ്റ്റേറ്റുകളിൽ നടക്കുന്ന PSCയുടെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ESCയുടെ ക്വസ്റ്റ്യൻസും ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. സോ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്യാം. In an incompressible fluid flow, the density of the medium is, okay, incompressible fluid flow ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ഫ്ലൂയിഡ് കംപ്രസബിൾ ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻകംപ്രസബിൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. അടുത്ത വീണ്ടും ഡയമെൻഷൻസ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി ആൻഡ് ഡൈനാമിക് വിസ്കോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഡയമെൻഷൻ ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി, നമ്മുടെ ഡൈനാമിക് വിസ്കോസിറ്റി നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തായിരുന്നു. കൈനമാറ്റിക് വിസ്കോസിറ്റി വരുന്നത് നമ്മൾ പറഞ്ഞ ഡയമെൻഷൻ ഫോമുല പറഞ്ഞിട്ടുണ്ട്, ലെങ്ത് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടൈം. ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് വരാം, L²/T, അതായത് L²T⁻⁻1. നമ്മളിവിടെ അങ്ങനൊരു ഇത് കാണിച്ചിട്ടില്ല, മീൻസ് L²T⁻⁻1 ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു M⁻⁴ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് എമ്മിന് അവിടെ വാല്യൂ ഇല്ല. സോ M⁻⁴ എന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വാലൻറ്റ് ടു L²T⁻⁻1. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. അത് നോക്കാം. എ ഫ്ലോ ഓഫ് എ വിസ്കസ് ഫ്ലൂയിഡ് വിത്ത് മ്യൂ തന്നിട്ടുണ്ട്, ഡൈനാമിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്, ഹാസ് എ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഗിവൺ ബൈ U = 0.9y - UE². ദ ഷിയർ സ്ട്രെസ് അറ്റ് Y = 0.45 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഇക്വേഷൻ വരുന്നത് ടോ = μ × du/dy ആണ്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, du/dy കണ്ടുപിടിക്കും. കാരണം ഇവിടെ U ആണ് തന്നേക്കുന്നത്. അപ്പോൾ du/dy ചെയ്യുമ്പോഴത്തേക്ക് യുവിനെ വിത്ത് റെസ്പെക്ട് Y ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 0.9 - 2y എന്ന് കിട്ടും. ഇത് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അറ്റ് Y = 0.45 മീറ്റർ ആണ്. സോ ഈ Yക്ക് 0.45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് du/dy വാല്യൂ കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 0 എന്നാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ദെൻ അതിനെടുത്ത് നമ്മൾ ടോ = μ × du/dy എന്നാണല്ലോ. അപ്പോൾ du/dy എന്ന് പറഞ്ഞ ടേം 0 ആയി കഴിഞ്ഞാൽ ടോ എന്തായി? 0 ആയി. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ പോയിസ് ഈസ് ദ CGS യൂണിറ്റ് ഓഫ്. പോയിസ് എന്തിൻ്റെ CGS യൂണിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കൈനമാറ്റിക് വിസ്കോസിറ്റി ആണോ ഡൈനാമിക് വിസ്കോസിറ്റി ആണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പോഴാണ് ഞാനൊരു കോഡ് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, DP, നമ്മുടെ വാട്സപ്പിൻ്റെ DP, അത് ഓർക്കുക. പോയിസ് എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി, ഡൈൻ സെക്കൻഡ്/സെൻറ്റിമീറ്റർ². ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി അതിൻ്റെ യൂണിറ്റാണ്. സോ ഓപ്ഷൻ വരുന്നത് B ആണ് ആൻസർ. ഇനി വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഈസ് തന്നിട്ടുണ്ട്. വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ തന്നിരിക്കുന്നത്? du/dy ആണ് തന്നിരിക്കുന്നത്, 1000 m/s. വിസ്കോസിറ്റി തന്നിട്ടുണ്ട്, മ്യൂ തന്നിട്ടുണ്ട്, ആൻഡ് ദ ഷിയർ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ അതിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും മ്യൂ എന്ന് പറയുന്നത് 1.2 × 10⁻⁴, എല്ലാം SI യൂണിറ്റ് തന്നെയാണ് കിടക്കുന്നത്, അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഷിയർ സ്ട്രെസ് കിട്ടും. ദെൻ കൈനമാറ്റിക് വിസ്കോസിറ്റി ഹാസ് ദ ഡയമെൻഷൻ ആസ്. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു, L²T⁻⁻1 ആണെന്ന് പറഞ്ഞു. സോ ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ദ സ്പെസിഫിക് വോളിയം ഓഫ് വാട്ടർ വെൻ ഹീറ്റഡ് ഫ്രം 0°C. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറയാത്ത ഒരു പോയിൻ്റാണ്, ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതങ്ങ് പഠിച്ചു പോവുക. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഡിവൈഡഡ് ബൈ മാസ്, അതായത് നമ്മുടെ ഡെൻസിറ്റിയുടെ ഇൻവേഴ്സ് ആണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ടർ 0°C നിന്ന് ഹീറ്റ് ചെയ്യുന്ന സമയത്ത്
ആദ്യം എന്ത് ചെയ്യും, അതിൻ്റെ വോളിയം ഡിക്രീസ് ആവും. അതിൻ്റെ വോളിയം ഡിക്രീസ് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ആവും അപ് ടു ഏത് വരെയാണ്, 4°C വരെ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, അതിൻ്റെ ഡെൻസിറ്റി കുറയും. അപ്പോൾ കറസ്പോണ്ടിങ് സ്പെസിഫിക് വോളിയം എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആദ്യം അറിഞ്ഞിരിക്കുക. നമ്മൾ ആദ്യം വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ 0°C നിന്നും 4°C വരെ ഇതിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യും, കൂടും. അപ്പോൾ നമ്മുടെ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് കുറയും. കാരണം രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഇനി 4°C മുകളിലേക്ക് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെൻസിറ്റി കുറയാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, കൂടാൻ തുടങ്ങും. സോ അതാണ് ഓപ്ഷൻ ബി വരുന്ന ഫസ്റ്റ് ഡിക്രീസസ് ആൻഡ് ദെൻ ഇൻക്രീസസ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 13.6 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആസ് പെർ CGS സിസ്റ്റം, സ്റ്റോക്ക് ഈസ് ദ യൂണിറ്റ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏതിൻ്റെ യൂണിറ്റാണ്, കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റാണ്. Resistance of gradual deformation by shear stress or tensile stress by a fluid is termed as resistance to gradual deformation. അതായത് ഒരു ഫ്ലൂയിഡിൽ ഷിയർ സ്ട്രെസ് വരുമ്പോൾ അതെന്ത് ചെയ്യാൻ തുടങ്ങും, ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അത് ഫ്ലോ ചെയ്യുന്നതിനുള്ള റെസിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഏതാണത്, വിസ്കോസിറ്റിയാണ് ഫ്ലോ ടു ഡ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. വാട്ട് ഈസ് പോയിസ്? പോയിസ് എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ആണല്ലോ, ആണ്. ദെൻ 1 പോയിസ് എന്ന് പറയുന്നത് 1 dyne second per centimeter² ഈക്വൽ ആണ്. ആൻഡ് നമ്മൾ ഇങ്ങനെ ഒരു ഇതും കൂടെ പഠിച്ചു, 10 പോയിസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 Newton/second per meter² ആണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമുക്ക് പറയാമല്ലോ, 1 പോയിസ് എന്ന് പറയുന്നത് എത്രയാണ്, 1/10, ദാറ്റ് ഈസ് 0.1 times Newton/second per meter² ആണെന്ന് പറയാം. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ദ എബോവ്. അപ്പോൾ സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അത് ശരിയാണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, അതായത് അതും പഠിക്കാത്ത ഒരു പോയിൻ്റാണ്, നമ്മളിനി പറയും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാസസിൽ എന്താണ് മോളിക്കുലർ മൊമെൻറ്റം ട്രാൻസ്ഫറാണ് പ്രീഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത് വെൻ കമ്പയർഡ് ടു കോസീവ് ഫോഴ്സ്. ഓക്കെ, ഗ്യാസസിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് ബൈ മോളിക്കുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, അവിടെ കോസീവ് ഫോഴ്സ് കുറവാണ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ മോളിക്കുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും. അങ്ങനെ വിസ്കോസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ആവാൻ തുടങ്ങും. ഓക്കെ, അതാണ് വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ഗ്യാസസിൽ മോളിക്കുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, എനർജി ട്രാൻസ്ഫർ ആവുന്നത്. സോ മോളിക്കുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ കൂടി എന്ന് പറഞ്ഞാൽ അവിടെ വിസ്കോസിറ്റി കൂടി എന്നാണ് അർത്ഥം. അപ്പോൾ വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ കൂടുന്നതെന്ന് വെച്ചാൽ മോളിക്കുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ കൂടും. സോ അതിൻ്റെ വിസ്കോസിറ്റിയും കൂടും. ഓക്കെ, the space between two parallel plates kept 3 mm apart is filled with an oil of dynamic viscosity 0.2 Pascal/second. What is the shear stress on the lower fixed plate if upper one is moved with a velocity of 1.5 meter/second? നമുക്ക് അതിൻ്റെ ഫിഗർ നോക്കാം. സോ ഇതാണ് നമ്മുടെ ഫിക്സഡ് പ്ലേറ്റ്. മുകളിലുള്ള ഒരു പ്ലേറ്റ് ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്നത് അറ്റ് വെലോസിറ്റി 1.5 meter/second ആണ്. ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 3 millimeter ആണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ എന്താണ് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്, ഓയിലിൻ്റെ വിസ്കോസിറ്റി 2.2 Pascal/second ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഷിയർ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, mu × du/dy. ഓക്കെ, അതിൽ du/dy കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, അസ്യൂം ചെയ്യുന്നതല്ല, ഇവിടെ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ലോവർ പ്ലേറ്റ് ഫിക്സഡ് ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വെലോസിറ്റി ചേഞ്ച്, ഇവിടെ വെലോസിറ്റി 0യും ഈ ഒരു പ്ലേറ്റിൽ വെലോസിറ്റി 1.5 ആണ്. സോ അതിൻ്റെ വെലോസിറ്റിയുടെ ചേഞ്ച് നിന്ന് 1.5 ഡിവൈഡ് ബൈ 3 mm മീറ്ററിലോട്ട് ആക്കുക, 0.003. അങ്ങനെയെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു, ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യമല്ലേ ഉള്ളൂ, mu എന്നാണ് 0.2 ആണ്. സോ ഇതിനെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ടോ ഈസ് ഈക്വൽ ടു 100 Newton/meter² എന്ന് വരും. ഇനി ചൂസ് ദ കറക്റ്റ് സെറ്റ് ഓഫ് ഡയമെൻഷൻ ഓഫ് വിസ്കോസിറ്റി ദാറ്റ് ആർ ഇക്വിവാലൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് സെറ്റ് ചോദിച്ചേക്കുവാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഞാൻ വീണ്ടും പറയുന്നില്ല. വിസ്കോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് തന്നെയാണ്. നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ ലെങ്ത് സ്ക്വയർ, അതാണ് എഫ് ഇൻറ്റു ടി ഡിവൈഡ് ബൈ ലെങ്ത് സ്ക്വയർ, അതാണ് L⁻² എന്ന് ഇവിടെ എഴുതിയേക്കുന്നത്. മറ്റേ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് തന്നെയാണ് ഓൾറെഡി. At 20°C temperature and standard pressure condition, kinematic viscosity of air would be approximately dash times that of water. ഇതിപ്പോൾ നമ്മൾ എന്താണ് ഇതുവരെ
കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസർ എങ്ങനെ വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളിതിപ്പോൾ ഡിറൈവ് ചെയ്ത് എടുക്കാൻ അറിഞ്ഞൂടാ എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വാല്യൂസ് നിങ്ങൾക്ക് നോക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് പറയുവാണ്, ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അറ്റ് 20 ഡിഗ്രി സെൽഷ്യസിലെ എയറിൻ്റെ ഡൈനാമിക് വിസ്കോസിറ്റി 18 പാസ്കൽ സെക്കൻഡ് ആണ്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. അതുപോലെ വാട്ടറിൻ്റെ ഡൈനാമിക് വിസ്കോസിറ്റി 20 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? 999 പാസ്കൽ സെക്കൻഡ് ആണ്. കൈനമാറ്റിക് വിസ്കോസിറ്റി അറിയാലോ, ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ആണ്. സോ നമ്മുടെ കൈനമാറ്റിക് വിസ്കോസിറ്റി എയറിൻ്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് 18 ഡിവൈഡ് ബൈ എയറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി സെൽഷ്യസ് 1.2 kg/m³ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 15 m²/s എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് ഈ വാല്യൂ പഠിച്ചാൽ മതി. അതായത് കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് എയർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 15 m²/s ആണ്. ഇവിടെ കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് വാട്ടർ അതേപോലെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 1 m²/s എന്ന് കിട്ടും. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് എയർ വുഡ് ബി അപ്രോക്സിമേറ്റ് ഡാഷ് ടൈംസ് ദാറ്റ് ഓഫ് വാട്ടർ. എയറിൻ്റെ എത്രയാണ്? 15 ആണ്, വാട്ടറിൻ്റെത് 1 ആണ്. സോ വാട്ടറിനേക്കാളും 15 ടൈംസ് ആണ് എന്ന് പറയുന്നത് എയറിൻ്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി വരുന്നത്. സോ ഇവിടെ ഞാൻ ഓപ്ഷൻ സി കൊടുത്തിട്ടില്ല, ആൻസർ വരുന്നത് 15 ടൈംസ് ആണ്. ഓക്കെ, ഇനി 1 കിലോഗ്രാം വെയിറ്റ് ഈസ് അബ്സല്യൂട്ട് യൂണിറ്റ് ഈസ് ഈക്വൽ ടു. ഓക്കെ, 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം വെയിറ്റ് ഈസ് അബ്സല്യൂട്ട് യൂണിറ്റ് എന്നാണ് ചോദിച്ചിരുന്നത്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റിൻ്റെ യൂണിറ്റ് ആണോ? അല്ല, അത് മാസിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ വെയിറ്റിലോട്ട് നമുക്ക് എങ്ങനെയാക്കാം? വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നേക്കുന്നത്? 1 ആണ് തന്നേക്കുന്നത്. ഇൻറ്റു ജി എത്രയാണ്? 9.81 ആണ്. സോ നമുക്ക് അവിടെ കിട്ടുന്നത് ന്യൂട്ടണിലാണ് ആൻസർ കിട്ടുന്നത്. സോ 9.81 ന്യൂട്ടൺ എന്ന് കിട്ടും. 1 പോയിസ് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ചതാണ് 0.1 പാസ്കൽ സെക്കൻഡ് അല്ലെങ്കിൽ 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. വെൻ ദ ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റ് ദ ഷിയർ സ്ട്രെസ് ഈസ്, ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് കണ്ടീഷൻ ഷിയർ സ്ട്രെസ് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, 0 ആയിരിക്കും. ഓക്കെ, ഡയമെൻഷൻ ഓഫ് സ്പെസിഫിക് വെയിറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. സ്പെസിഫിക് വെയിറ്റ് ആദ്യമായിട്ട് തന്നത് അല്ലേ. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ഡെൻസിറ്റി. വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം. വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ വോളിയമാണ് വരുന്നത്. ഓക്കെ, മാസിന് നമ്മൾ കൊടുക്കുന്ന ഡയമെൻഷൻ ഫോമുല എം തന്നെയാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിൻ്റെ നമ്മളെ ഡയമെൻഷൻ ഫോമുല നമുക്കറിയാം LT⁻² ആണ്. ഡിവൈഡ് ബൈ വോളിയം എന്ന് പറയുന്നത് ലെങ്തിൻ്റെ ക്യൂബാണ് ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ എന്തിട്ട് ML⁻²T⁻² എന്ന് കിട്ടും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ വേറൊരു രീതി ചെയ്തിട്ടുണ്ട്. റോ ഇൻറ്റു ജി എന്നുള്ള ഫോമുലയിലാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ നിങ്ങൾ. ഇനി കണ്ടെയ്ൻ ലിക്വിഡ് ഹാസ് എ സ്പെസിഫിക് മാസ് തന്നിട്ടുണ്ട്, അതായത് റോ തന്നിട്ടുണ്ട് അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. അതിൻ്റെ സ്പെസിഫിക് വെയിറ്റ് ആണ്. നമ്മുടെ സ്പെസിഫിക് വെയിറ്റും റോയും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? W=ρg ആണ്. സോ അതിൻ്റെ കൂടെ ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്പെസിഫിക് വെയിറ്റ് കിട്ടും. 1000 അല്ല, ഈ ജി 9.81 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് വെയിറ്റ് ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിൽ ആൻസർ കിട്ടും. ഇനി റിലേഷൻ ബിറ്റ്വീൻ ഡൈനാമിക് വിസ്കോസിറ്റി, മാസ് ഡെൻസിറ്റി ആൻഡ് കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ആസ്. അപ്പം നമുക്കറിയാം കൈനമാറ്റിക് വിസ്കോസിറ്റി ഈക്വൽ ടു μ/ρ ആണ്. ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ റോ ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻസ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. താങ്ക് യു.